റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കെപിസിസി പുനഃസംഘടനയിൽ എതിർപ്പ്. സമ്പൂർണ്ണ പുനഃസംഘടന ഒഴിവാക്കണമെന്നാണ് ആവശ്യം. നിലവിലെ ഭാരവാഹികളെ ഒഴിവാക്കുന്നത് തിരിച്ചടിയാകുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള പുനഃസംഘടന ഗുണകരമല്ല എന്നുമാണ് വിലയിരുത്തൽ. പുനഃസംഘടനയിൽ ഹൈക്കമാൻഡ് പൂർണ്ണാധികാരം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുകയാണ്. മുതിർന്ന നേതാക്കളുമായി കൂടിയാലോചന നടത്താനാണ് നിർദ്ദേശം. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇന്നലെ ഡൽഹിയിൽ ഒരു ചർച്ച നടന്നിരുന്നില്ലേ? ഇപ്പോൾ നിലവിലെ ഭാരവാഹികളെ ഒഴിവാക്കുന്ന ചർച്ചയിൽ വന്നിരുന്നോ? കൂടുതൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പുനഃസംഘടന ആലോചിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് നേരത്തെ പുറത്തു വന്നിരുന്നത്. അപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം? കെപിസിസി സമ്പൂർണ്ണ പുനഃസംഘടനയാണ് കോൺഗ്രസ് നേതൃത്വം ലക്ഷ്യമിട്ടത്. പക്ഷേ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ എംപിമാരടക്കം നിലവിൽ സമയം വൈകി പുനഃസംഘടന ഇനി നടത്തിക്കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുകയാണ്. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്. പുതിയ നേതൃത്വം ചുമതലയേറ്റെടുത്താൽ അവർ പാർട്ടി പുതിയ പ്രവർത്തന രീതികളൊക്കെ നടപ്പിലാക്കി വരുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ് മുന്നിലെത്തും. മാത്രവുമല്ല, ഈ കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവരുടെ അസംതൃപ്തി ഉണ്ടാകും, അവരുടെ പ്രതിഷേധം ഉണ്ടാകും. അത് പരിഹരിക്കുകയൊക്കെ ഇപ്പോൾ സമയമുണ്ടാകില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്ക് നിലവിലെ കമ്മിറ്റി നിൽക്കട്ടെ, കൂടുതൽ ഭാരവാഹികളെ ഉൾപ്പെടുത്തുക, അങ്ങനെ പുനഃസംഘടന നടത്തിയാൽ മതി എന്ന അഭിപ്രായമാണ് കൂടുതൽ നേതാക്കളും പ്രകടിപ്പിക്കുന്നത്. ഒഴിവുകൾ, അത് ട്രഷറർ അല്ലെങ്കിൽ ഉപാധ്യക്ഷൻ, അങ്ങനെ പലയിടങ്ങളിലും ഒഴിവുകളുണ്ട്. ഏതാണ്ട് 10-ലേറെ ഭാരവാഹികളുടെ ഒഴിവുകളുണ്ട്. അങ്ങനെയുള്ള ഭാരവാഹികളെ നിയമിക്കുക, കെപിസിസിക്ക് സെക്രട്ടറിമാരെ വെക്കുക, DCC പുനഃസംഘടന തൽക്കാലത്തേക്ക് നടത്തേണ്ടതില്ല. ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് എംപിമാർ, മുതിർന്ന നേതാക്കളടക്കം മുന്നോട്ട് വെക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പാണ് അവർ മുന്നറിയിപ്പായി പറയുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പുനഃസംഘടന നടത്തിയാൽ അതിൻ്റെ തർക്കങ്ങൾ, അതിൻ്റെ ഭിന്നതകൾ അത് പിന്നെ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഈ പുനഃസംഘടന ഉപേക്ഷിക്കണം. പക്ഷേ ഹൈക്കമാൻഡിനെ കണ്ട KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനോടും PC വിശ്വനാഥിനോടും പൂർണ്ണമായും പുനഃസംഘടന നടത്താനുള്ള അനുവാദം അത് കോൺഗ്രസ് സംസ്ഥാനത്തെ എല്ലാ നേതാക്കളുമായി കൂടിയാലോചന നടത്തി നടപ്പിലാക്കാനുള്ള നിർദ്ദേശമാണ് ഹൈക്കമാൻഡ് നൽകിയത്. സംസ്ഥാന നേതൃത്വത്തിന് തീരുമാനമെടുക്കാം എങ്ങനെ പുനഃസംഘടന നടത്തണമെന്ന്. ഈ കാര്യത്തിൽ KPCC അധ്യക്ഷൻ മറ്റ് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളുമായി ആശയവിനിമയം ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്ന് കൊല്ലത്താണ് KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള എല്ലാ വർക്കിംഗ് പ്രസിഡന്റുമാരും ഉള്ളത്. അവർ തിരിച്ചെത്തി തലസ്ഥാനത്ത് എല്ലാ നേതാക്കളുമായി കൂടിയാലോചന നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. നിലവിലെ ഭാരവാഹി പട്ടിക ഉടച്ചു വാർക്കരുത് എന്നുള്ള ആവശ്യമാണ് അപ്പോൾ മുതിർന്ന നേതാക്കൾ ഉന്നയിക്കുന്നത്. അപ്പോൾ വീണ്ടും പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകളിലേക്ക് നീങ്ങേണ്ടി വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഏതായാലും പൂർണ്ണാധികാരം സംസ്ഥാന നേതൃത്വത്തിന് നൽകിക്കൊണ്ടുള്ള തീരുമാനമാണ് വന്നിരിക്കുന്നത്. റോഷിപാൽ റിപ്പോർട്ട് ചെയ്യുന്നു.